ഇന്ന് നമ്മൾ പഠിക്കുന്നത് 12 ടെൻസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ടെൻസസ് എന്ന് പറയുന്നത് ഒരു വേർബിന്റെ, അതായത് ഒരു പ്രവൃത്തിയുടെ ടൈമിനെ കുറിച്ചും ടൈപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് 12 ടെൻസസ് നമുക്കുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതേപോലെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഫ്യൂച്ചർ ടൈമിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം ഈ 12 ടെൻസുകൾ എങ്ങനെയാണ് ഓരോന്നും ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ടത്. ഏതൊരു ടെൻസ് എഴുതിയാലും അതിന്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നായിരിക്കും. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് എന്താണ്, ഓക്സിലറി വെർബ് എന്താണ്, വെർബ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ബേസിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നതായിരിക്കും. ഇനി ഏതൊരു സെന്റൻസിന്റെയും നെഗറ്റീവ് ഫോം നമുക്ക് എഴുതണമെങ്കിൽ, ഏതൊരു ടെൻസിന്റെയും നെഗറ്റീവ് ഫോം എഴുതണമെങ്കിൽ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. അതായത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ഫോമാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് എഴുതാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എല്ലാ ടെൻസിലും എഴുതാൻ സാധിക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എഴുതാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബിനെ ആദ്യം എഴുതണം. അതായത് സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് എന്നാണ് നമ്മുടെ പോസിറ്റീവ് ഫോമിൽ എഴുതുന്നെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെ എഴുതും? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ്, ഇങ്ങനെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ എന്നും പഠിക്കും. അപ്പം സിമ്പിൾ പ്രസന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ റൂട്ടീൻസ് അല്ലെങ്കിൽ ജനറൽ ഫാക്ട് ഓർ ട്രൂത്ത്സിനെ കുറിച്ച് പറയാൻ, അതായത് ദിനചര്യകളെ കുറിച്ച് പറയാൻ, നമ്മൾ എന്നും ആവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ, അതേപോലെ ചില സത്യങ്ങൾ, സൂര്യൻ ഉദിക്കുന്നു, വെള്ളം തിളയ്ക്കും, ചൂടാക്കിയാൽ വെള്ളം തിളയ്ക്കും, അങ്ങനെയുള്ള ജനറൽ ഫാക്ട്സ് പറയാനും നമ്മളെ സഹായിക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 അഥവാ പ്രസന്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡു ഓർ ഡസ് ആണ്. ഡു എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യും. ഡസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്, സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യും. ഇനി ചിലയിടങ്ങളിൽ നമ്മൾ കാണാറുണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എഴുതുന്നത് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? കാരണം അവിടെ നമ്മൾ ഡു ഓർ ഡസ് എന്ന് എഴുതി കാണാറില്ല. അപ്പം അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഡു പ്ലസ് എനി വെർബ് എന്ന് പറയുന്നത് സെയിം വെർബ് തന്നെയാണ്. ഉദാഹരണം, ഡു പ്ലസ് പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലേ തന്നെയാണ്. ഇനി അപ്പോൾ അത് പ്ലൂറൽ വെർബ് തന്നെയാണ്, അതായത് എല്ലാ ബേസ് ഫോമിലുള്ള വെർബും പ്ലൂറൽ വെർബുകളാണ്. ഓക്കെ, ഇനി ഡസ് പ്ലസ് എനി വെർബ് എന്ന് പറയുന്നത് ആ വെർബിന്റെ എസ് ഫോം ആയിരിക്കും, അതായത് അതിന്റെ സിംഗുലർ ഫോം ആയിരിക്കും. അപ്പം വെർബ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ കൂടെ എസ് ഓർ ഇഎസ് ഉണ്ടായിരിക്കും. സോ അതെന്തുകൊണ്ടാണ്? ഏതൊരു എസ് ഫോമിലും അതിനകത്ത് ആ വേർഡിനകത്ത് എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്, ഡസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ പ്ലൂറൽ ഫോമില് ഡു ഒളിഞ്ഞിരിപ്പുണ്ട്, സിംഗുലർ ഫോമില് ഡസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് എഴുതാത്തത്. ഓക്കെ, ഒന്നുകിൽ എസ് ഫോം അല്ലെങ്കിൽ ഡസ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്, ബേസ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ V1 എന്ന് പറയും. സോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഡസ് എന്ന വെർബിന്റെ കൂടെ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, ടോം, എല്ലാ അൺകൗണ്ടബിൾ നൗൺസും ബോയ്, ഗേൾ എന്നിങ്ങനെ സിംഗുലർ സബ്ജക്റ്റുകളാണ് ഡു ഡസിന്റെ കൂടെ വരുന്നത്. ഡുവിന്റെ കൂടെ ഐ, യു, വി, ദേ, ദീസ്, ദോസ്, ടോം ആൻഡ് ബെൻ, ബോയ്സ് ഓർ ഗേൾസ്, ഇങ്ങനെ എല്ലാ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് ഡസ് വരുന്നത്. ഉദാഹരണം, ഐ ഡു വേക്കപ്പ് അറ്റ് 5 AM എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അതെന്റെ ഒരു ശീലമാണ്. സോ ഞാൻ എന്നും 5 മണിക്ക് എഴുന്നേൽക്കും. അപ്പൊ അതൊരു റൂട്ടീനാണ്. ഇനി നമുക്ക് ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതിന്റെ കൂടെ പ്ലൂറൽ വെർബായ ഡു ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഡു ഇല്ലാതെ എഴുതാം. എങ്ങനെ? ഐ വേക്കപ്പ് അറ്റ് 5 AM എവറി മോർണിംഗ്. എന്തുകൊണ്ടാണ്? ഡു പ്ലസ് വേക്ക് എന്ന് പറയുന്നത് വേക്ക് തന്നെയാണ്. ഓക്കെ, അതായത് അതിന്റെ പ്ലൂറൽ ഫോം തന്നെയാണ്. ഇനി രണ്ടാമത്തേതാണ് വെൻ ഡസ് ഗോ ടു ദി മൂവീസ് ഓൺ വീക്ക് ഡേയ്സ്. വെൻ കഴിഞ്ഞ് ഓക്സിലറി വെർബ് എഴുതിയിട്ടുണ്ട്. ഓക്സിലറി വെർബ് ഏതാണ്? ഡസ് ഗോ ആണ്. ഓക്കെ, ഡസ് ഗോ ടു ദ മൂവീസ് ഓൺ വീക്ക് ഡേയ്സ്. ദെൻ എല്ലാ വീക്കെൻഡ്സിലും സിനിമയ്ക്ക് പോകും. ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഡസ് ഗോ എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ബെൻ ഗോസ് ടു ദ മൂവീസ് ഓൺ വീക്കെൻഡ്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? ഒരു ശീലങ്ങളാണ്, ഹാബിച്വലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ജനറൽ
കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി ജോൺ വർക്ക്സ് ആസ് ആൻ എഞ്ചിനീയർ. ഓക്കെ, അവിടെ വർക്ക്സ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്, സിംഗുലർ വെർബാണ്, എസ് ഫോം ആണ്. ഓക്കെ, അപ്പം പക്ഷേ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ജോൺ ഡസ് വർക്ക് ആസ് ആൻ എഞ്ചിനീയർ. അപ്പം ഡസ് വർക്ക്സ് എന്ന് എഴുതത്തില്ല, ഡസ് വർക്ക് എന്ന് മാത്രമേ എഴുതുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈസ്, ആം, ആർ ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റ് സ്റ്റേറ്റുകളെ പറയാം. പ്രസന്റ് ടെൻസിലുള്ള സ്റ്റേറ്റുകളെ കുറിച്ച് പറയാം. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ദ സ്റ്റേറ്റ്. അവിടെ വെർബ് ഇല്ല, അവിടെ ഒരു വെർബും ഇല്ല. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഓരോ വെർബ്, ഒരു പ്രവൃത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് സബ്ജക്ട് പ്ലസ് ഈസ്, ആം ഓർ ആർ പ്ലസ് ദാറ്റ് സ്റ്റേറ്റ്. ഷീ ഈസ് ഓൾവേസ് പീസ്ഫുൾ. അവൾ എപ്പോഴും സമാധാനം ഉള്ളവളാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റ് ആണ് പറഞ്ഞത്. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, ഉദിക്കുക. അപ്പൊ ഇവിടെ സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ വെർബ് വന്നത് റൈസസ് എന്നാണ്, അതായത് യെസ് ഫോം ആണ് വന്നത്. ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം എങ്ങനെയാണ് നമ്മൾ വരുന്നത്? ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ഉപയോഗിക്കണം എന്നാണ്. നമ്മുടെ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഡു ഓർ ഡസ് ആണ്. സോ ഐ ഡു നോട്ട് വേക്ക് അപ്പ് അറ്റ് 5 AM എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറില്ല. ബെൻ ഡസ് നോട്ട് ഗോ ടു ദ മൂവീസ് ഓൺ വീക്കെൻഡ്സ്. ബെന്ന് എല്ലാ വാര്യാന്തത്തിലും അവൻ സിനിമയ്ക്ക് പോകാറില്ല. സോ ഇവിടെ ഐയുടെ കൂടെ ഡു നോട്ടും ബെന്നിന്റെ കൂടെ ഡസ് നോട്ടും ആണ് വന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് ആണ്. ഇനി ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡു ഓർ ഡസ് ആണ്. ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. V1 എന്ന് പറയുന്നത് പ്രസന്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഫോം എന്ന് നമ്മൾ പറയും. പ്ലസ് കോംപ്ലിമെന്റ് ആണ്. ഡസ് ജോൺ വർക്ക് ആസ് ആൻ എഞ്ചിനീയർ. ഡസ് ജോൺ വർക്ക് ആസ് ആൻ എഞ്ചിനീയർ. ഡു യു വേക്ക് അപ്പ് അറ്റ് എവറി മോർണിംഗ്. നീ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമോ എന്നാണ് അവിടുത്തെ ചോദ്യം. അതിന് നമുക്ക് ഉത്തരം എങ്ങനെ പറയാം? യെസ്, ഐ വേക്ക് അപ്പ് അറ്റ് എവറി മോർണിംഗ്. ഇനി നമ്മൾ പറഞ്ഞു ഈസ്, ആം, ആർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാം. അതും പ്രസന്റ് ടെൻസ് ആണ്. അപ്പം അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഓക്സിലറി വെർബിനെ ആദ്യം എഴുതുമ്പോഴാണ്. ഓക്സിലറി വെർബ് അവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്ട് പ്ലസ് സ്റ്റേറ്റ് ആണ്. ഈസ് ഷീ ഓൾവേസ് പീസ്ഫുൾ. അവൾ എപ്പോഴും സമാധാനമുള്ളവളാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പം ഒരു പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതിന് ഹാബിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പം പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഉദാഹരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V4. V4 എന്ന് പറഞ്ഞാൽ എന്താണ്? ING ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോം എന്ന് നമ്മൾ പറയും. നമ്മൾ പഠിച്ചായിരുന്നു. ഇനി ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈസ് എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ആം. ആം എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ്. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്. ആം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ്. ഓക്കെ, ഈസ് യൂസ് ചെയ്യുന്നത് സിംഗുലാർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ആർ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. ഞാൻ ഒരു കഥ എഴുതുകയാണ് അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഈറ്റിംഗ് ഓർ ഹാവിംഗ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ്. അവൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവൾ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂറൽ ഫോം ആണ്. സോ അതിന്റെ കൂടെ ആർ ആണ് വന്നത്. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. പ്ലേയിങ് എന്ന് പറയുന്നത് ING ഫോം ഓഫ് ദി വെർബ് ആണ്. ഐ ആം റൈറ്റിംഗ്. ഷീ ഈസ് ഈറ്റിംഗ്. ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഐ പ്ലൂറൽ ആണ്. ഐയുടെ ഓക്സിലറി ഐയുടെ കൂടെ വരുന്നത് ആം ആണ്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതിന്റെ കൂടെ വരുന്നത് ഈസ് ആണ്. ഇനി ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂറൽ ആണ്. അതിന്റെ കൂടെ വരുന്നത് ആർ ആണ്. എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ING ഫോം ഓഫ് ദി വെർബ് ആണ്. റൈറ്റിംഗ്, ഈറ്റിംഗ്, പ്ലേയിങ്. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ നോട്ട് എന്ന് ആഡ് ചെയ്യണം. ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് റൈറ്റ് നൗ. ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നില്ല. ദേ ആർ നോട്ട് ആൻസറിങ് ദ ഫോൺ. അവർ എന്റെ ഫോൺ ആൻസർ ചെയ്യുന്നില്ല. ഷീസ് നോട്ട് ഹാവിംഗ് ദ ലഞ്ച്. അവൾ ലഞ്ച് കഴിക്കുന്നില്ല. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിനെ എടുത്ത് ആദ്യം ഇടണം. അപ്പം ഓക്സിലറി വെർബ് ഏതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈസ് ഓർ ആം ഓർ ആർ എന്നുള്ളതാണ്. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് സബ്ജക്ട് പ്ലസ് ING ഫോം പ്ലസ് കോംപ്ലിമെന്റ്. ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്? നീ ക്രിക്കറ്റ് കളിക്കുകയാണോ? ഈസ് ഷീ ഹാവിംഗ് ദ ലഞ്ച്? അവൾ ഭക്ഷണം കഴിക്കുകയാണോ? ഓക്കെ, ശ്രദ്ധിക്കുക. ഷീയുടെ കൂടെ ഈസ് ആണ്. യുവിന്റെ കൂടെ ആർ ആണ്. യു എന്നത് പറയുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പ്ലൂറൽ വെർബാണ് അതിന്റെ കൂടെ എഴുതുന്നത്. ഓക്കെ,
ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അതേപോലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അടുത്തതായിട്ടുള്ള വെർബാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ളത്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പൂർത്തിയായിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് അല്ലെങ്കിൽ ടെൻസ് ആണ് എന്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് ഹാസ് ഓർ ഹാവ് ആണ്. ഓക്കെ, ഹാസ് ഓർ ഹാവ് ആണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. V3 എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 എന്ന തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഗോ, വെന്റ്, ഗോൺ. അതിനകത്തിലെ ഗോൺ എന്ന് പറയുന്നതാണ് V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കം, കെയിം, കം. ഓക്കെ, അവിടെ കം ആണ് V3 എന്ന് പറയുന്ന അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്ന് നമുക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിക്കും. അത് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയുകയാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് സമയം പറയുവാൻ പാടില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സമയം പറയുവാൻ പാടില്ല. ഇനി പറയുവാണെങ്കിൽ തന്നെ അതൊരു അൺഫിനിഷ്ഡ് ടൈം ആണ്. ഇനി അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഹാസ് എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഹാസ് എന്നുള്ളത് ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, ടോം, അൺകൗണ്ടബിൾ നൗൺസ്, ബോയ് ആൻഡ് ഗേൾ, ഇതിന്റെ കൂടെയൊക്കെയാണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഹാവ് പ്ലൂറൽ സബ്ജക്ട്സ് ആയിട്ടുള്ള ഐ, യു, വി, ദേ, ദീസ്, ദോസ്, ടോം ആൻഡ് ബെൻ, ബോയ്സ് ഓർ ഗേൾസ്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ഐ ഹാവ് വിസിറ്റഡ് ദുബായ് 3 times. അപ്പം ആക്ച്വലി അങ്ങനെ ഒരാൾ പറയുകയാണ് ഞാൻ ദുബായിൽ 3 തവണ പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ മീനിങ് ഇൻഹറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള മീനിങ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലത്ത് 3 തവണ ദുബായിൽ പോയിട്ടുണ്ട് എന്നാണ്. സോ ആ സെന്റൻസ് എങ്ങനെയാണ് ഫുൾ ആയിട്ട് പറയുന്നത്? ഐ ഹാവ് ബീൻ വിസിറ്റഡ് ദുബായ് 3 times ഇൻ മൈ ലൈഫ് ടൈം. ഇൻ മൈ ലൈഫ് ടൈം, അത് ഫിനിഷ് ആയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അത് ഫിനിഷ് ആയിട്ടില്ല. അതേസമയം മരിച്ച ഒരാളിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്രസന്റ് പെർഫെക്റ്റ് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വിസിറ്റഡ് എന്നതിന് പകരമായിട്ട് നമുക്ക് ഐ ഹാവ് ബീൻ ടു എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിച്ച ഓക്സിലറി വെർബ് ഹാവ് ആണ്. വിസിറ്റഡ് എന്നുള്ളത് V3 ഫോം ആണ്. വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്. ഓക്കെ, സോ ഈ വിസിറ്റഡിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഹാവ് ബീൻ. ബീൻ എന്ന് പറഞ്ഞാൽ ബി, വാസ്, ബീൻ. ഓക്കെ, ബി എന്ന് പറയുന്ന വെർബിന്റെ V3 ആണ് ബീൻ എന്ന് പറയുന്നത്. ഐ ഹാവ് ബീൻ ടു ദുബായ് 3 times. അവിടെ സമയം പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സമയം പറയരുത്, ഫിനിഷ് ചെയ്തൊരു കാര്യം പറയുമ്പോൾ സമയം പറയരുത്, അല്ലെങ്കിൽ പറയുന്ന സമയം എന്ന് പറയുന്നത് ഒരു അൺഫിനിഷ്ഡ് ടൈം ആണ്. ഐ ഹാവ് വാച്ച്ഡ് ദ 3 movies this week. ഞാൻ ഈ ആഴ്ച 3 സിനിമ കണ്ടു. ദിസ് വീക്ക് എന്ന് പറയുന്നത് അൺഫിനിഷ്ഡ് ആയിട്ട് ഒരു ടൈമാണ്. ഓക്കെ, ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രസന്റ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ സിമ്പിൾ പാസ്റ്റേ ഉപയോഗിക്കത്തുള്ളൂ. ഐ വാച്ച്ഡ് 3 movies ലാസ്റ്റ് വീക്ക് എന്നേ പറയത്തുള്ളൂ. അവിടെ ഹാവ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായി? സോ ദിസ് വീക്ക് എന്ന് പറയുന്നത് ഒരു അൺഫിനിഷ്ഡ് ടൈം ആയതുകൊണ്ടാണ് നമ്മളവിടെ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്തത്. ഷീ ഹാസ് ഹാഡ് ഹെർ ലഞ്ച് നൗ. അവൾ ഇപ്പോൾ അവളുടെ ഭക്ഷണം കഴിച്ചു. ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്ന മീനിങ് ഉള്ള ഹാവ് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം ആണ് ഹാഡ് എന്നുള്ളത്. സോ ഷീ ഹാസ് ഹാഡ് ഹെർ ലഞ്ച് നൗ. ഇപ്പോൾ എന്നുള്ളതാണ്, അത് പ്രസന്റിലെ കാര്യമാണ് പറയുന്നത്, അൺഫിനിഷ്ഡ് ആണ്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ലഞ്ച് നൗ എന്നും നമുക്ക് പറയുവാൻ സാധിക്കും. ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. അപ്പൊ അവർ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞു. അപ്പൊ എപ്പോഴാണെന്ന് പറയുന്നില്ല, ചിലപ്പോൾ 5 മിനിറ്റ് മുമ്പേ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കാം. അപ്പൊ ആ സമയം പറയാത്തിടത്തോളം കാലം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഇപ്പൊ അവർ പറയുകയാണ് ഇപ്പോൾ 5:30 അപ്പൊ അവർ കളിച്ചു കഴിഞ്ഞത് 5 മണിക്കാണെങ്കിൽ നമുക്കത് സിമ്പിൾ പാസ്റ്റിലേ പറയാൻ പറ്റൂ. ദേ പ്ലേഡ് ക്രിക്കറ്റ് അറ്റ് 5 PM. ഓക്കെ, അത് ഫിനിഷ്ഡ് ആയ ഒരു കാര്യമാണ്. സോ ടൈം സ്പെസിഫൈ ചെയ്തൊരു കാര്യം ഫിനിഷ് ചെയ്തെന്ന് പറയുവാണെങ്കിൽ അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. യു ഹാവ് ഗോട്ട് എ ജോബ് ദിസ് മന്ത്. നിനക്ക് ഈ മാസത്തിൽ ഒരു ജോലി കിട്ടി. ഇവിടെ ദിസ് മന്ത് എന്നുള്ളത് അൺഫിനിഷ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്? പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്തത്. മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യം, പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈമിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ടൈം സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. അഥവാ ടൈം സ്പെസിഫൈ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അത് ഫിനിഷ്ഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം നമുക്ക് നോക്കാം. നെഗറ്റീവ് ഫോം വരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ
ഓക്സിലറി വെർബ് ഹാസ് ഓർ ഹാവ് ആണ്. സോ ദേ ഹാവ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ് ടുഡേ. അവർ ഇന്ന് ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞില്ല. ഷീ ഹാസ് നോട്ട് ഹാഡ് ഹെർ ലഞ്ച്. അവളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ല. ഇനി yes or no ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിനെ എടുത്ത് ആദ്യം ഇടണം. ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് കോംപ്ലിമെന്റ്. ഹാവ് ദേ പ്ലേഡ് ക്രിക്കറ്റ് ടുഡേ. ഹാവ് ദേ എന്നുള്ളത് പ്ലൂറൽ ആണ്. സോ അതിന്റെ കൂടെയുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഹാവ് ആണ്. ഓക്കെ, അവർ ഇന്ന് രാവിലെ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഹാസ് ഷീ ഹാഡ് ഹെർ ലഞ്ച്. അവളുടെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഹാസ് ഷീ ഹാഡ്. ഷീയുടെ കൂടെ വരുന്ന ഓക്സിലറി വെർബ് എപ്പോഴും എന്തായിരിക്കും? ഹാസ് ആയിരിക്കും. ഓക്കെ, സിംഗുലർ ആയതുകൊണ്ട്. ഓക്കെ, ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. സൂക്ഷിച്ച് ഉപയോഗിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ് അതിന് പറയുന്നത്. ഞാൻ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എവിടെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പാസ്റ്റ് ടൈമിൽ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V4, അതായത് ING ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പോഴും അതെന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് ഫോർ 3 years. ഞാൻ 3 വർഷമായി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 2018. അപ്പൊ നമുക്ക് ഒന്നുകിൽ ഫോർ ഉപയോഗിക്കണം അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കണം. ഹാവ് ബീൻ പ്ലസ് ING ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ഫോർ വേണം അല്ലെങ്കിൽ സിൻസ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്ര വർഷമായി അല്ലെങ്കിൽ എന്നു മുതൽ ഈ പ്രവൃത്തി ആരംഭിച്ചു എന്ന് നമ്മൾ പറയണം. കാരണം ഈ ഒരു പ്രവൃത്തി പാസ്റ്റ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അത് ഇപ്പോഴും പറയുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ V4 യൂസ് ചെയ്യുന്നത്. അതായത് 2018 ഞാൻ എൻ്റെ ജോലി ദുബായിൽ ആരംഭിച്ചു, ഇപ്പോഴും എൻ്റെ ജോലി അവിടെ തുടരുന്നു. അതേസമയം ഞാൻ കഴിഞ്ഞ മാസം ആ ജോലി അവിടുന്ന് ഉപേക്ഷിച്ചെങ്കിൽ എനിക്ക് ഈ ടെൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണം. ഓക്കെ, ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 4 PM. ഇപ്പോൾ 6 മണിയായി. അപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ ഡോക്ടറോട് വേറെ ആൾ പറയുകയാണ്, അവൾ 4 മണി മുതൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇപ്പൊ 6 മണിയായി, ടോട്ടൽ 2 hours അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു 4 hours. ഓക്കെ, അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 4 PM. ഓക്കെ, ഇനി അടുത്തൊരു ഉദാഹരണം കൂടെ. ഇനി ഇത്രയും നേരം നമ്മൾ വെർബാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റേറ്റുകളും പറയാം. വെർബ് അല്ല, ഒരു സ്റ്റേറ്റും പറയാം. John has been the CEO of the company from 2018. അപ്പം ജോൺ എന്ന് പറയുന്ന വ്യക്തി ഈ കമ്പനിയുടെ CEO ആയിട്ട് 2018 മുതൽ തുടരുകയാണ്. CEO ആയി തുടരുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജോൺ ഹാസ് ബീൻ ദ CEO ഓഫ് ദ ABC കമ്പനി ഫ്രം 2008 അല്ലെങ്കിൽ ഫോർ 3 years എന്ന് നമുക്ക് പറയാം. അതായത് 2018 മുതൽ 2021 വരെ 3 വർഷം ആ CEO എന്ന പൊസിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഓർക്കണം, സ്റ്റാർട്ട് ചെയ്തത് പാസ്റ്റിലാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നോട്ട്. ഓക്സിലറി വെർബ് ഹാസ് ഓർ ഹാവ് ആണ്, പ്ലസ് നോട്ട് പ്ലസ് ബീൻ പ്ലസ് V4. ദേ ഹാവ് നോട്ട് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്. അവർ രാവിലെ മുതൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നില്ല. ഷീ ഹാസ് നോട്ട് ബീൻ റീഡിംഗ് ബുക്ക് ഫോർ ലാസ്റ്റ് 2 hours. അവൾ ലാസ്റ്റ് 2 മണിക്കൂറായിട്ട് അവൾ പുസ്തകമൊന്നും വായിക്കുന്നില്ല. ഇനി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാൻ ഓക്സിലറി വെർബ് ആദ്യം ഇടുക. ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീന് പ്ലസ് V4 ഓർ സ്റ്റേറ്റ്. ഹാവ് ദേ ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് മോർണിംഗ്. ഹാവ് ഷീ ബീൻ റീഡിംഗ് ബുക്ക് ഫോർ ലാസ്റ്റ് 2 hours. ഹാവ് യു ബീൻ ടു ഡൽഹി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പഠിച്ചിരുന്നു. അപ്പം കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. അതായത് സബ്ജക്ട് പ്ലസ് ഡിഡ്, ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. പ്ലസ് V1 പ്ലസ് കോംപ്ലിമെന്റ്. ഇവിടെ V1 എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഫോം ആണ്. പക്ഷേ നമ്മൾ മിക്കയിടത്തും കാണുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് മാത്രമായിരിക്കും. എന്തുകൊണ്ട് അവിടെ ഡിഡ് കാണുന്നില്ല?
അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിഡ് പ്ലസ് V1 ആണ് V2 എന്ന് പറയുന്നത്. അതായത് ഏതൊരു വെർബിന്റെയും പാസ്റ്റ് ഫോമിൽ ഡിഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. ലവ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് ഡിഡ് പ്ലസ് ലവ് എന്ന് എഴുതാം. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് ഡിഡ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കാണാത്തത്. ഓക്കെ, മനസ്സിലായോ? അപ്പം അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കംപ്ലീറ്റഡ് ആക്ഷൻസ് ഇൻ പാസ്റ്റ്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. ദേ ബോട്ട് ഐസ്ക്രീം ലാസ്റ്റ് സൺഡേ. അവർ കഴിഞ്ഞ ഞായറാഴ്ച ഐസ്ക്രീം കൊണ്ടുവന്നു. ഇവിടെ ഒന്നും എന്തുകൊണ്ടാണ് ഡിഡ് യൂസ് ചെയ്യാത്തത്? നമ്മൾ V2 ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. V2 ഫോം യൂസ് ചെയ്താൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ V1 ഫോം തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഡിഡ് പ്ലസ് V1 എന്ന് എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഐ സ്റ്റഡീഡിന് പകരം എങ്ങനെ എഴുതാം? ഐ ഡിഡ് സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റർഡേ എന്ന് എഴുതാം. ഇനി ദേ ഡിഡ് ബൈ ദ ഐസ്ക്രീം ലാസ്റ്റ് സൺഡേ എന്ന് എഴുതാം. ഓക്കെ, ഇനി മോസസ് ബിൽറ്റ് എ ഹ്യൂജ് ബോട്ട് ഇൻ ദ ഓൾഡ് ഡേയ്സ്. പഴയ കാലത്തിൽ മോശ ഒരു വലിയ കപ്പൽ ഉണ്ടാക്കി. കഴിഞ്ഞ കാര്യമാണ്. സോ ഇവിടെ ബിൽറ്റ് എന്നുള്ളത് V2 ഫോം ഓഫ് ബിൽഡ് എന്നുള്ളതിനാണ്. ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ്. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം നമ്മൾ എങ്ങനെ എഴുതും? ഓക്സിലറി വെർബിന്റെ കൂടെ നമ്മൾ നോട്ട് എഴുതും. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഈ നെഗറ്റീവ് ഫോം എഴുതാൻ നമുക്ക് ഈ ഓക്സിലറി വെർബ് ഡിഡ് എഴുതിയ ഫോം പഠിച്ചാലേ നമുക്ക് പെട്ടെന്ന് കത്തും. പറഞ്ഞു മനസ്സിലായോ? അതേസമയം നോർമലായിട്ട് നമ്മൾ പഠിക്കുക സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫോം എഴുതാൻ വരുമ്പോൾ കത്തത്തില്ല. എന്താണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിഡ് എഴുതണം എന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? മോസസ് നോട്ട് ബിൽറ്റ് എന്ന് എഴുതും. അങ്ങനെ എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, സോ നെഗറ്റീവ് സെന്റൻസ് എഴുതണമെങ്കിൽ സിമ്പിൾ പാസിൽ നെഗറ്റീവ് സെന്റൻസ് എഴുതണമെന്നുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് അവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് കോംപ്ലിമെന്റ് എന്നാണ്. ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഫുഡ് ടുഡേ. അവൻ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡിഡ് നോട്ട് കഴിഞ്ഞാൽ V2 ഫോം അല്ല. ഒരിക്കലും V2 ഫോം ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഉപയോഗിക്കേണ്ടത് V1 ആണ്. അതായത് പ്രസന്റ് ഫോം ആണ്, അല്ലെങ്കിൽ ബേസ് ഫോം ആണ്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ V2 എഴുതരുത്. ഹി ഡിഡ് നോട്ട് ഹാവ് ആണ്, ഹാഡ് അല്ല. ഷീ ഡിഡ് നോട്ട് സ്റ്റഡി ആണ്, സ്റ്റഡീഡ് അല്ല. ഷീ ഡിഡ് നോട്ട് സ്റ്റഡീഡ് വെൽ ഫോർ ദി ലാസ്റ്റ് എക്സാം. അവള് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചില്ല. അപ്പൊ അവിടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു കാര്യം, അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിനെ എടുത്ത് ആദ്യം ഇടും. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് പാസ്റ്റ് ടൈം. യെസ്റ്റർഡേ ഡിഡ് യു അറൈവ് ഓൺ ടൈം? അറൈവ്ഡ് അല്ല. Yesterday, did you arrive on time? Did he have any food yesterday? അവൻ ഇന്നലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നോ? Did she study well? Did she study well? അവൾ നന്നായി പഠിച്ചിരുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. സോ ഡിഡ് എന്ന് പറയുന്നത് സിംഗുലാറിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് വേർതിരിവൊന്നും ഇല്ല. ഇനി ശ്രദ്ധിക്കണം, നെഗറ്റീവ് ഫോം എഴുതുമ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒരിക്കലും V2 യൂസ് ചെയ്യുകയില്ല. V2 യൂസ് ചെയ്യുന്നത് എവിടെ മാത്രമാണ്? പോസിറ്റീവ് സെന്റൻസുകൾ എഴുതാൻ, സിമ്പിൾ പാസ്റ്റിലെ പോസിറ്റീവ് പോസിറ്റീവ് സെന്റൻസ് എഴുതാൻ മാത്രമാണ് നമ്മൾ V2 യൂസ് ചെയ്യുന്നത്. ഓർമ്മയിലിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്താ പറഞ്ഞത്? ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അവിടെ ഒരു ആക്ഷനേ ഉള്ളൂ, ഒരു കണ്ടിന്യൂസ് ആക്ഷനേ ഉള്ളൂ. അതേസമയം പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ ആകുന്ന വരെ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, അമ്മ വിളിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയായിരുന്നു. അമ്മ എന്നെ വിളിച്ചു, അത് പാസ്റ്റ് കാര്യമാണ്. അതുവരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് കാര്യമാണ്. പറഞ്ഞു മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V4. ഈ കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും കണ്ടിന്യൂസ് വെർബ് ആയിരിക്കും വരുന്നത്, V4 ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ING ഫോം ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി V4 ഓർ സ്റ്റേറ്റ് എന്നാണ്. നമുക്ക് വെർബ് അല്ല, പകരം ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ, ഹാപ്പി ആണ്, പീസ്ഫുൾ ആണ്, ജോയ്ഫുൾ ആണ് എന്ന് പറയാൻ വെർബ് ഇല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ ആ വെർബ് അവിടെ എഴുതേണ്ട, പകരം ആ സ്റ്റേറ്റ് നമുക്ക് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഓൺഗോയിങ് ആക്ഷൻ ഇൻ എ പാസ്റ്റ് എപ്പോ വരെ? അണ്ടിൽ എ ഫിനിഷ്ഡ് പാസ്റ്റ് ആക്ഷൻ. അതായത് കഴിഞ്ഞ കാലത്തിൽ മറ്റൊരു പ്രവൃത്തി നടക്കുന്നത് വരെ തുടരുന്ന പ്രവൃത്തികൾ. അത് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഇത് മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, വാസ് എന്നുള്ളത് സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, അൺകൗണ്ടബിൾ നൗൺസ്, അതേപോലെ ബോയ്, ഗേൾ എന്നുള്ള സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെയും വെയർ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്ട്സ് ആയിട്ടുള്ള ഐ, യു, വി, ദേ, ദീസ്, ദോസ്, അങ്ങനെ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയുമാണ് വെയർ യൂസ് ചെയ്യുന്നത്. യെസ്റ്റർഡേ ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ് വെൻ യു കോൾഡ് മീ. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ് മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ എന്നെ വിളിച്ചു. ഓക്കെ, യു കോൾഡ് മീ. അപ്പൊ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് സ്റ്റഡിങ്.
ഓക്കെ, സോ ഐ വാസ് സ്റ്റഡിങ് വെൻ യു കോൾഡ് മീ. ഓക്കെ, വെൻ യു കോൾഡ് മീ. ഓക്കെ, അപ്പൊ അതാണ് ഇന്നലെ നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഷീ വാസ് വാച്ചിങ് മൂവി വെൻ ഫാദർ കെയിം. അച്ഛൻ വന്നപ്പോൾ, അച്ഛൻ വന്നു കഴിഞ്ഞു, പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. അച്ഛൻ വന്നപ്പോൾ അവൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ്, ഷീ എന്നുള്ളത് സിംഗുലർ ആണ്, വാസ് അതിന്റെ കൂടെ വന്നു. ഷീ വാസ് വാച്ചിങ് മൂവി വെൻ ഫാദർ കെയിം ഹോം. ഇനി ശ്രദ്ധിക്കണം, സെക്കൻഡ് ഇവന്റ് എപ്പോഴും നമ്മൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റിലായിരിക്കും. ഫാദർ കെയിം ഹോം. മുമ്പിലത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് യു കോൾഡ് മീ എന്നാണ്. മൂന്നാമത്തെ ഉദാഹരണം, ചിൽഡ്രൻ വെയർ മേക്കിംഗ് എ മോഡൽ വെൻ ബെൽ റാങ്. ബെൽ അടിച്ചപ്പോൾ, അപ്പം ബെൽ അടിച്ചു, ഒരു ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. അപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, അതുവരെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ, എന്താ, ഒരു മാതൃക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒരു ഫിനിഷ്ഡ് ആക്ഷൻ വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് ഏതാണ്, വാസ് ഓർ വെയർ ആണ്. സോ ഷീ വാസ് നോട്ട് വാച്ചിങ് മൂവീസ് ബിഫോർ ഷീ സ്ലെപ്റ്റ്. അവൾ ഉറങ്ങുന്നതിന് മുമ്പ് സിനിമ കാണുകയല്ലായിരുന്നു. ഐ വാസ് നോട്ട് ലിസണിങ് ടു ന്യൂസ് വെൻ ദ റിസൾട്ട്സ് കെയിം. ഇനി ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും പറ്റിയൊരു കാര്യമുണ്ട്. ഐ നമ്മൾ സാധാരണ എന്തായിട്ടാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം സിമ്പിൾ പാസ്റ്റിൽ അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഐ നമ്മൾ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിന് പലയിടത്ത് പല നിയമങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഓർത്തിരിക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും സിമ്പിൾ പാസ്റ്റിലും നമ്മൾ ഐ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഐ വാസ് നോട്ട് ലിസണിങ് ടു ന്യൂസ് വെൻ ദ റിസൾട്ട്സ് കെയിം. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇനി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിലറി വെർബിനെ എടുത്ത് ആദ്യം ഇടണം. വാസ് ഷീ വാച്ചിങ് മൂവി, അവൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ. വേർ യു ലിസണിങ് ടു ന്യൂസ്, യു എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് വേർ വന്നത്. വേർ യു ലിസണിങ് ടു ന്യൂസ്. ഓക്കെ, ഇവിടെ നമ്മൾ V4 ആണ് ഉപയോഗിക്കുന്നത്. V4 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ ING ഫോം ഓഫ് ദി വെർബ് ആണ്. ഇനി അടുത്ത ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് രണ്ട് പ്രവർത്തികൾ പാസ്റ്റിൽ ഉണ്ടായിരിക്കണം. അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ രണ്ട് ആക്ഷൻസ് ഉണ്ട്. എന്താണ്, അമ്മ എന്നെ വിളിച്ചു, അത് ഒരു ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞു, അതും ഒരു ഫിനിഷ്ഡ് ആക്ഷൻ ആണ്. ഇതിൽ ആദ്യം ഏതാണ് നടന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ആദ്യം നടന്ന പ്രവൃത്തിയുടെ കൂടെ നമ്മൾ ഹാഡ് പ്ലസ് അതിന്റെ V3 ഫോം യൂസ് ചെയ്യും. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 എന്ന് പറയുന്ന ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് പാസ്റ്റിലെ രണ്ട് ഫിനിഷ്ഡ് ആയ പ്രവൃത്തിയിൽ ആദ്യം ഏത് ഫിനിഷ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിനകത്തെ തന്നെ സെക്കൻഡ് ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഉദാഹരണം നോക്കാം. ഹാഡ് എന്ന് പറയുന്നത് സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കാം, പ്ലൂറലിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ കോഴ്സ് വെൻ ഐ ഗോട്ട് ദ ജോബ്. വെൻ ഐ ഗോട്ട് ദ ജോബ്, ഐ ഗോട്ട് ദ ജോബ് അത് സിമ്പിൾ പാസ്റ്റ് ആണ്. എനിക്കൊരു ജോലി കിട്ടി. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. എനിക്ക് ജോലി കിട്ടിയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തിരുന്നു, എന്റെ കോഴ്സ് പൂർത്തിയാക്കിയിരുന്നു. അപ്പൊ അവിടെ രണ്ട് ഫിനിഷ്ഡ് ആക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടി, ഞാൻ എന്റെ കോഴ്സ് പൂർത്തിയാക്കി. ആദ്യം പൂർത്തിയാക്കിയത് ഏതാണ്, കോഴ്സ് പൂർത്തിയാക്കുക എന്ന ജോലിയാണ്. സോ അതിന്റെ കൂടെ ഞാൻ ഹാഡ് ആഡ് ചെയ്തു. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ കോഴ്സ് വെൻ ഐ ഗോട്ട് ദ ജോബ്. ഇനി അടുത്തത്, ഷീ ഹാഡ് ലവ്ഡ് ജോൺ ആൻഡ് മാരീഡ് ഹിം. അവൾ ജോണിനെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. ആദ്യം ചെയ്തത് എന്താണ്, സ്നേഹിച്ചു. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഹാഡ് ആഡ് ചെയ്തു. ഷീ ഹാഡ് ലവ്ഡ് ജോൺ ആൻഡ് മാരീഡ് ഹിം. അപ്പം മാരീഡ് ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്, കല്യാണം കഴിച്ചു. അപ്പൊ അതും ഫിനിഷ്ഡ് ആണ്. ആദ്യം ഏതാണ് ഫിനിഷ്ഡ് ആയത്, അവൾ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ദീസ് മോണ്യുമെന്റ്സ് ഹാഡ് ബിൽറ്റ് few years before I visited. These monuments had built few years before I visited. അപ്പം ഇവിടെ രണ്ട് ഫിനിഷ്ഡ് ആക്ഷൻ ഉണ്ട്. ഒന്ന്, ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. പിന്നെ മറ്റൊരെണ്ണം എന്താണ്, ഈ മോണ്യുമെന്റ്സ് അല്ലെങ്കിൽ ഈ സ്മാരകങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ടിരുന്നു. അപ്പൊ ആദ്യം ഏതാണ് നടന്നത്, ഈ സ്മാരകങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. അപ്പം ആദ്യം ഉണ്ടാക്കിയ പ്രവൃത്തിയെ പറയാൻ ഹാഡ് ആഡ് ചെയ്യുക. ദീസ് മോണ്യുമെന്റ്സ് ഹാഡ് ബിൽറ്റ് എന്ന് പറയുന്നത് ബിൽഡിന്റെ V3 ഫോം ആണ്. ബിൽറ്റ് few years before I visited. ബിഫോർ ഐ വിസിറ്റഡ് എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ഷൻ. ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. അതെന്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത്
എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് എഴുതും. ഐ ഹാഡ് നോട്ട് റീച്ച്ഡ് ദ സ്റ്റേഷൻ വെൻ ഹി കെയിം. അവൻ വന്നപ്പോഴേക്കും ഞാൻ സ്റ്റേഷനിൽ എത്തിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ ആക്ഷൻ. ഓക്കെ, ഷീ ഹാഡ് നോട്ട് അച്ചീവ്ഡ് ഹെർ ടാർഗറ്റ് ബിഫോർ ദേ ഫയർഡ് ഹെർ. അവളെ പുറത്താക്കുന്നതിന് മുമ്പ് അവൾ എന്ത് ചെയ്തില്ല? ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഓക്സിലറി വെർബിനെ എടുത്ത് ആദ്യം ഇടണം. ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 പ്ലസ് കോംപ്ലിമെന്റ്. ഹാഡ് ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ. അവൻ സ്റ്റേഷനിൽ എത്തിയോ? ഹാഡ് ഷീ അച്ചീവ് ദ ടാർഗറ്റ്. അവൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ? ഹാഡ് ഷീ ഹാഡ് ഹെർ ലഞ്ച്. അവൾ അവളുടെ ഭക്ഷണം കഴിച്ചുവോ? ഇവിടെ ഹാഡ് എന്നുള്ളത് ഭക്ഷണം കഴിക്കുക എന്നുള്ള വെർബായ ഹാവിന്റെ V3 ഫോമാണ്. അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അടുത്തത് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിലെ ഒരു പ്രത്യേക ഇന്റർവെല്ലിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. പാസ്റ്റിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചു, പാസ്റ്റിലെ മറ്റൊരു പ്രവൃത്തി നടക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ ഒരു ഇന്റർവെൽ ഉണ്ട്, പക്ഷെ ആ രണ്ട് ഇന്റർവെല്ലും പാസ്റ്റിലാണ്. അതായത് ഞാൻ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഞാൻ 3 മണി മുതൽ 6 മണി വരെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് പാസ്റ്റിലെ കാര്യമാണ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V4 അല്ലെങ്കിൽ ING ഫോം. ഓക്കെ, ഇനി അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. I had been working in Dubai for 3 years. I had been working in Dubai for 3 years when I left the job in 2020 അല്ലെങ്കിൽ 2020. 2020 ഞാൻ ജോലി വിട്ടപ്പോൾ ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായിരുന്നു. ശ്രദ്ധിക്കണം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിലെ ഒരു സമയത്ത് ആരംഭിച്ചു, പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതേസമയം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ആരംഭിച്ചത് പാസ്റ്റിലാണ്, പക്ഷെ അത് പാസ്റ്റിലെ തന്നെ മറ്റൊരു സമയത്ത് ഫിനിഷ് ആയി, അതുവരെ തുടർന്നുകൊണ്ടിരുന്നു. അതായത് ഇപ്പോൾ 2021 ആണ്, 2020 ഞാൻ ജോലി വിടുന്നത് വരെ 3 വർഷം ഞാൻ ദുബായിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഹാസ് ബീൻ, ഹാവ് ബീൻ എന്തിനാണ് യൂസ് ചെയ്തത്? ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ആ കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഫിനിഷ് ആയ ഒരു കാര്യത്തെക്കുറിച്ച്, തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഫിനിഷ് ആയി, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്തത്. 2017 ഞാൻ ജോലിക്ക് കയറി ദുബായിൽ, 2020 ആയപ്പോൾ ഞാൻ ആ ജോലി അവിടുന്ന് റിസൈൻ ചെയ്തു. സോ അതുവരെ 3 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് ജോൺ ഹാഡ് ബീൻ ദ CEO ഫോർ 5 years until the contract expired in last year. കഴിഞ്ഞ വർഷം കോൺട്രാക്ട് എക്സ്പയർ ആയപ്പോൾ എന്ത് ചെയ്തു? അതുവരെ 5 വർഷം ജോൺ അവിടെ CEO ആയിരുന്നു. അവിടെ 2 ആക്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു? കോൺട്രാക്ട് എക്സ്പയർ ആയി. ഓക്കെ, അതുവരെ ജോൺ അവിടുത്തെ CEO ആകുന്നു എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു കണ്ടിന്യൂസ് ആക്ഷൻ എപ്പോൾ വരെ? കോൺട്രാക്ട് എക്സ്പയർ ആകുന്നവരെ. സോ ജോൺ ഹാഡ് ബീൻ ദ CEO ഫോർ 5 years until the contract expired in last year. അപ്പൊ സെക്കൻഡ് ആക്ഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത്. സോ he started his job as a CEO in 2015. He continued his job as a CEO until 2020. What happened in 2020? The contract expired. കോൺട്രാക്ട് എന്ത് ചെയ്തു? എക്സ്പയർ ആയി പോയി. സോ അന്ന് വരെ അവൻ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ കടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിലോട്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 രീതിയിൽ സിമ്പിൾ ഫ്യൂച്ചറിനെ നമുക്ക് പറയുവാൻ, അല്ലെങ്കിൽ ഭാവി പരിപാടിയെ കുറിച്ച് നമുക്ക് പറയാം. അപ്പം മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയും? ഞാൻ നാളെ പഠിക്കും, ഞാൻ നാളെ ചെയ്യും, ഞാൻ അത് മറ്റന്നാൾ ചെയ്യും, അല്ലെങ്കിൽ ഇനി വരാനുള്ള ഒരു സമയത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റന്റ് ഡിസിഷൻസിനെ കുറിച്ച് പറയാം, അതായത് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യുമെന്നുള്ള തീരുമാനത്തെ പറയാം. ഓഫേഴ്സ്, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ, സത്യം ചെയ്യാൻ, പ്രോമിസ് ചെയ്യാൻ. അതേപോലെ പ്ലാൻസിനെ കുറിച്ചും ഇന്റൻഷൻസിനെ കുറിച്ചും പറയാൻ. ഫിക്സഡ് അറേഞ്ച്മെന്റ്സ്, ഭാവിയിലുള്ള ഫിക്സഡ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചറിന് 3 ഫോർമാറ്റ് ഉണ്ട്. ഒന്നാമത്തെ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് എന്താണ്? വിൽ ആണ്. ഓക്കെ, സോ സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് വിൽ ആണ്. സബ്ജക്ട് ഇനി അപ്പം സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഇൻസ്റ്റന്റ് ഡിസിഷൻസിനെ കുറിച്ചാണ്, ഓഫേഴ്സിനെ കുറിച്ചാണ്, പ്രോമിസസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച് പറയാം. സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ഗോയിങ് ടു പ്ലസ് V1 എന്ന് നമുക്ക് പറയാം. അതായത്
വില്ലിന് പകരം ഗോയിങ് ടു പ്ലസ് V1 എന്ന് എഴുതിയാലും നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച് പറയാം. അത് നമുക്ക് എക്സാമ്പിൾ സഹിതം പഠിക്കാം. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഫിക്സഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, ഭാവിയിൽ ഒരു സമയത്ത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് യൂസ് ചെയ്യാൻ നമുക്ക് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V4. അത് നമ്മൾ എവിടെയാണ് പഠിച്ചത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പഠിച്ചത്. പക്ഷേ ഇത് ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എപ്പോൾ മാത്രം? ഫിക്സഡ് ആയിട്ട് ഫ്യൂച്ചറിലെ ഒരു കാര്യം പറയുമ്പോൾ. നമുക്ക് ഉദാഹരണങ്ങൾ, ഐ വിൽ പ്ലേ ടുമോറോ, ഞാൻ നാളെ ക്രിക്കറ്റ് കളിച്ചിരിക്കും. ഞാൻ നാളെ ക്രിക്കറ്റ് കളിച്ചിരിക്കും. സോ ഐ വിൽ പ്ലസ് പ്ലേ എന്ന് പറയുന്നത് ബേസ് ഫോം അല്ലെങ്കിൽ പ്രസന്റ് ഫോം ആണ്. ഷീ വിൽ ഹെൽപ്പ് മീ ഇൻ മൈ ഹോംവർക്ക്. അതെന്താണ്? ഒരു ഇൻസ്റ്റന്റ് ഡിസിഷനെ കുറിച്ച് പറയുകയാണ്. ഞാൻ നാളെ ക്രിക്കറ്റ് കളിച്ചിരിക്കും. നീ നാളെ ക്രിക്കറ്റ് കളിക്കുമോടാ എന്ന് ചോദിച്ചാൽ യെസ്, ഞാൻ നാളെ ക്രിക്കറ്റ് കളിച്ചിരിക്കും. അപ്പൊ അവന്റെ ഇൻസ്റ്റന്റ് ഡിസിഷൻ ആണ് അത് പറഞ്ഞത്. സോ ഐ വിൽ പ്ലേ ക്രിക്കറ്റ് ടുമോറോ. ഷീ വിൽ ഹെൽപ്പ് മീ ഇൻ മൈ ഹോംവർക്ക്. അപ്പൊ അവൾ എന്നോട് എന്തോ പറഞ്ഞു? ഷീ വിൽ ഹെൽപ്പ് മീ ഇൻ മൈ ഹോംവർക്ക്. അപ്പൊ അവളൊരു ഓഫർ കൊടുത്തതാണ് അവന്, അല്ലെ? ഒരു വാഗ്ദാനം കൊടുത്തു, അവൻ നിന്നെ സഹായിക്കാം. ഇപ്പൊ ചില സമയത്ത് പറയത്തില്ലയോ, ഇപ്പം ഒരാള് പുസ്തകം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭാരം ചുമന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പറയാം ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം. അതിപ്പോ നടക്കാൻ പോകുന്നത് നിയർ ഫ്യൂച്ചറിലാണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്താ പറയാം? ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം. ഐ ആം ഗോയിങ് ടു മാരി ജോൺ. ഇനി ഇവിടെ നോക്കണം, നമ്മൾ വില്ലിന് പകരം ഗോയിങ് ടു ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈസ് ഓർ ആം ഓർ ആർ ഉപയോഗിച്ചിരിക്കണം. ആം നമ്മുടെ ഐയുടെ കൂടെയും, ഈസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും, ആർ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും. ഐ ആം ഗോയിങ് ടു മാരി ജോൺ. അപ്പൊ ഇവിടെ ഈ ഗോയിങ് ടു ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക സമയം പറയത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോയിങ് ടു ഉപയോഗിച്ച് പറയുന്നത്. ഷീ ഈസ് ഗോയിങ് ടു ഹാവ് എ ബേബി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അവൾക്കൊരു കുട്ടി ഉണ്ടാകും. അപ്പോൾ അത് എപ്പോഴാണെന്ന് നമുക്ക് കറക്റ്റ് ടൈം അറിയത്തില്ല. അതേസമയം നമുക്കിപ്പോൾ കറക്റ്റ് ടൈം അറിയാമെങ്കിൽ നമുക്ക് അവിടെ ഗോയിങ് ടു ഉപയോഗിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ അവിടെ ഉപയോഗിക്കും. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഐ ആം പ്ലേയിങ് ചെസ് മാച്ച് ഓൺ ടുമോറോ 10 AM. ഒരു ഫിക്സഡ് ടൈം, ഫ്യൂച്ചറിൽ ഒരു ഫിക്സഡ് ടൈം പറഞ്ഞിട്ടുണ്ട്. ഐ ആം പ്ലേയിങ് ചെസ് മാച്ച് ഓൺ ടുമോറോ 10 AM. ഓക്കെ, സോ ഇവിടെ ഐ, ഈസ് ഓർ ആമിന് പകരം അവിടെ വരുന്ന ഓക്സിലറി വെർബ് ആമാണ്. പ്ലേയിങ് ചെസ്, പ്ലേയിങ് ഐ. ഓക്കെ, അവിടെ പ്ലേയിങ് എന്നുള്ളത് V4 ആണ്. വി ആർ ഗെറ്റിംഗ് മാരീഡ് ഓൺ ജൂൺ 25th. കണ്ടോ? അപ്പം ആദ്യം നമ്മൾ എങ്ങനെ പറഞ്ഞു? ഐ ആം ഗോയിങ് ടു മാരി ജോൺ എന്നുള്ളത്. അതിന് പകരം അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ പറഞ്ഞു? ഓക്കെ, വി ആർ ഗെറ്റിംഗ് മാരീഡ് ഓൺ ജൂൺ 25th. ജൂൺ 25-ന് ഞങ്ങൾ വിവാഹിതരാകും. അവിടെ ഒരു പർട്ടിക്കുലർ ടൈം പറയുമ്പോൾ ഈസ് ആർ പ്ലസ് V4 നമ്മൾ ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗോയിങ് ടു ഉപയോഗിക്കും. ഇനിയൊന്നുമല്ല, ഇൻസ്റ്റന്റ് ഡിസിഷനും ഓഫേഴ്സും പ്രോമിസസും പറയാൻ നമ്മൾ വില്ല് യൂസ് ചെയ്യും. ഓക്കെ, സിംഗിൾ ഫ്യൂച്ചറിലെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ 3 രീതിയിലാണ്, 3 ഫോർമാറ്റ് ഉണ്ട് നമുക്ക്. ഏതൊക്കെയാണ്? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് നോട്ട്. ഓക്സിലറി വെർബ് ഏത് ഉപയോഗിക്കുന്നു? അതിന്റെ കൂടെ നോട്ട് ഉപയോഗിക്കുക. ഗോയിങ് ടു ആണെങ്കിൽ ഈസ് ആം ആർ പ്ലസ് നോട്ട് പ്ലസ് ഗോയിങ് ടു പ്ലസ് V1. സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ നോട്ട് പ്ലസ് V4 ഇഫ് ഫിക്സഡ് ടൈം ഈസ് ദയർ. ഉദാഹരണങ്ങൾ: ഐ വിൽ നോട്ട് ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കില്ല. ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഹാവ് എ ബേബി, അവൾക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നില്ല. ദേ ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ദ കോണ്ടസ്റ്റ് ഇൻ March 10, അവർ March 10-ന് ആ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബ് എടുത്ത് ആദ്യം ഇടണം. വിൽ സബ്ജക്ട് പ്ലസ് V1, ഈസ് ആം ആർ പ്ലസ് സബ്ജക്ട് പ്ലസ് ഗോയിങ് ടു പ്ലസ് V1, ഈസ് ആർ ആം പ്ലസ് സബ്ജക്ട് പ്ലസ് V4. ഉദാഹരണം: വിൽ യു മാരി മീ, നീ എന്നെ കല്യാണം കഴിക്കുമോ? ഈസ് ഷീ ഗോയിങ് ടു ഹാവ് എ ബേബി സൂൺ, അവൾക്ക് എത്രയും വേഗം ഒരു കുട്ടി ഉണ്ടാകുമോ? ആർ ദേ പാർട്ടിസിപ്പേറ്റിംഗ് ദ കോണ്ടസ്റ്റ് ഓൺ March 10, അവർ മാർച്ച് 10-ന്റെ കോണ്ടസ്റ്റിന് പങ്കെടുക്കുന്നുണ്ടോ? ഓക്കെ, സോ ഇങ്ങനെ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാൻ നമുക്ക് 3 രീതിയിൽ നമുക്ക് ചോദിക്കാം. ഒന്ന് വിൽ ഉപയോഗിച്ച്, രണ്ടാമത് ഗോയിങ് ടു ഉപയോഗിച്ച്, മൂന്നാമത് ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചു. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കണം. അടുത്ത ടെൻസ് എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച്. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് വിൽ ബി ആണ്. സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു വെർബ് ഉണ്ടെങ്കിൽ അതിന്റെ ING ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭാവി കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അവസ്ഥകളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ബി പ്ലേയിങ് ടെന്നീസ് ടുമോറോ ഈവനിങ്, ഞാൻ നാളെ വൈകിട്ട് ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് വെറും ഒരു ഗസ് അല്ല, ഇത് 100% ഷുവറിറ്റി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വിൽ ഉപയോഗിച്ച് പറയുന്നത്. ഓക്കെ, ഇതൊരു ഗസ് ആയിരിക്കില്ല, 100% നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും. ഷീ വോണ്ട് കം വിത്ത് അസ് ബിക്കോസ് ഷീ വിൽ ബി വാച്ചിങ് മൂവി ടുനൈറ്റ്. ഇതിന്റെ നെഗറ്റീവ് ഫോം പറയാൻ സബ്ജക്ട് പ്ലസ് വിൽ ബി, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് നോട്ട് പ്ലസ് ബി പ്ലസ് V4 ആണ്. ശ്രദ്ധിക്കണം, വില്ല് കഴിഞ്ഞിട്ടാണ് നോട്ട് വരുന്നത്, വിൽ ബി കഴിഞ്ഞിട്ടല്ല. ഓക്കെ, സോ ഐ വിൽ നോട്ട് ബി സ്റ്റേയിങ് അറ്റ് യുവർ റൂം വെൻ ഐ കം ദെയർ, ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ നിന്റെ കൂടെ താമസിക്കുകയില്ല. ഷീ വോണ്ട് ബി ഹെൽപ്പിംഗ് ഇൻ മൈ ഫ്യൂച്ചർ സ്റ്റഡീസ്,
അവൾ എൻ്റെ ഫ്യൂച്ചർ സ്റ്റഡീസിൽ എന്നെ സഹായിക്കുകയില്ല. ഷീ വോണ്ട് എന്ന് പറയുന്നത് എന്താണ്? വിൽ നോട്ടിനെയാണ് നമ്മൾ വോണ്ട് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിനെ എടുത്ത് ആദ്യം ഇടണം. ഇവിടുത്തെ ഓക്സിലറി വെർബ് വിൽ ബി ആണെങ്കിലും വില്ലിനെ മാത്രമേ നമ്മളെടുത്ത് ഫ്രണ്ടിൽ ഇടുകയുള്ളൂ. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ബി പ്ലസ് P4 ആണ്. വിൽ യു ബി സ്റ്റേയിങ് അറ്റ് ഹിസ് റൂം? നീ അവന്റെ റൂമിൽ താമസിക്കുന്നുണ്ടോ? വിൽ ഷീ ബി ഹെൽപ്പിംഗ് ഇൻ യുവർ ഫ്യൂച്ചർ പ്രൊജക്ട്സ്? അവൾ നിന്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സിൽ നിന്നെ സഹായിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ. അടുത്ത ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് പൂർത്തിയാകും എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സിന് ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ പറയുകയാണ് 4 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കും. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അതായത് മലയാളത്തിൽ നമ്മളിങ്ങനെ പറയും, ഞാൻ അടുത്ത ജൂണിൽ അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കും. അപ്പൊ അവിടെ ഒരു പൂർത്തീകരണമാണ്, പക്ഷെ അത് വരാൻ പോകുന്ന ഒരു സമയത്താണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് ഏതാണ്? വിൽ ഹാവ് എന്നുള്ളതാണ്. വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. കംപ്ലീറ്റഡ് ആക്ഷൻസ് ഇൻ ദ ഫ്യൂച്ചറിലേക്ക് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണങ്ങൾ: ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ മാസ്റ്റേഴ്സ് ബൈ കമ്മിങ് ജൂൺ. വരുന്ന ജൂണിൽ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പം വരുന്ന ജൂൺ വരെയുള്ള ജൂണിൽ ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുകയാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വിൽ ഹാവ് ആണ്. ഇനി ഇവിടുത്തെ ഹാവിന് ഷീ അതിന്റെ മുമ്പിൽ വന്നാലും ഹീ മുമ്പിൽ വന്നാലും യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഷീ വിൽ ഹാസ് എന്നൊരിക്കലും പറയുകയില്ല. കാരണം ഇവിടെ വിൽ ഹാവ് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ചിലവർക്ക് സംശയം ഉണ്ടാകാം, സാധാരണ നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയല്ലേ? വിൽ എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. മോഡൽ ഓക്സിലറി വെർബിന്റെ കഴിഞ്ഞ് ഫോളോ ചെയ്യുന്നത് എപ്പോഴും വെർബിന്റെ ബേസ് ഫോം ആയിരിക്കും. അതിൽ ഹാസോ ഹാവോ മീൻസ് സിംഗുലർ വേറെ ഒന്നും ഹാർഡ് ഒന്നും വരികയില്ല. അത് എപ്പോഴും എന്തായിരിക്കും? ഹാവ് തന്നെ ആയിരിക്കും. വിൽ ഹാവ് തന്നെ ആയിരിക്കും. ഷീ വിൽ ഹാവ് കം ടു ഡൽഹി ഫോർ ഫ്യൂച്ചർ സ്റ്റഡീസ്. ഷീ വിൽ ഹാവ് കം ടു ഡൽഹി ഫോർ ഫ്യൂച്ചർ സ്റ്റഡീസ്. അവൾ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടി ഡൽഹിയിലേക്ക് വന്നിരിക്കും. അതൊരു ഫ്യൂച്ചർ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. ഫ്യൂച്ചർ സ്റ്റഡീസിന്, അതായത് ഇനി വരാനുള്ളതാണ്. ആ സമയത്ത് അവൾ ഡൽഹിയിലേക്ക് വന്നിരിക്കും എന്നാണ് പറയുന്നത്. ഇതിന്റെ നെഗറ്റീവ് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം? വില്ലിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് നോട്ട് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. ഐ വിൽ നോട്ട് ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ് ഇൻ ജൂലൈ ഡ്യൂ ടു കൊറോണ. കൊറോണ കാരണം ജൂലൈയിൽ എനിക്ക് എന്റെ കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. അതൊരു ഫ്യൂച്ചർ കാര്യമാണ്. ഓക്കെ, അപ്പൊ പറ്റുകയില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഷീ വിൽ നോട്ട് ഹാവ് കം വിത്ത് അസ് ബിക്കോസ് ഷീ ഗോട്ട് അഡ്മിഷൻ ഹിയർ. അവൾ നമ്മുടെ കൂടെ ജൂണിൽ വരികയില്ല കാരണം അവൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടി. ഇവിടെ ഹാവ്, ഷീ വിൽ നോട്ട് ഹാവ് കം എന്നാണ്. കം എന്ന് പറയുന്നത് കം എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം തന്നെയാണ്. അതേപോലെ ഹാവ് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിലറി വെർബിന്റെ പാർട്ടാണ്. അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഇത് നിങ്ങൾ എഴുതി ഓരോ ടെൻസിന്റെയും ഫോർമാറ്റുകൾ എഴുതി പഠിച്ച് അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ തന്നെ എഴുതി കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കും. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് V3 ആണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കും. വിൽ യു ഹാവ് ഫിനിഷ്ഡ് യുവർ കോഴ്സ്? നീ നിന്റെ കോഴ്സ് പൂർത്തീകരിക്കുമോ? വിൽ ഷീ ഹാവ് കം വിത്ത് അസ്? അവൾ നമ്മുടെ കൂടെ വരുമോ? കണ്ടോ, ഇവിടെ ഷീയുടെ കൂടെ ഹാസ് വന്നോ? വന്നില്ല, ഹാവ് ആണ്. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എപ്പോഴും നമ്മൾ വിൽ ഹാവ് ആണ്. അതിന് എന്താ സബ്ജക്റ്റിനുമായിട്ട് ഒരു ഡിപ്പെൻഡൻസ് ഇല്ല. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഏറ്റവും അവസാനമായിട്ടുള്ള നമ്മുടെ ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ ഒരു ടൈം ആകുമ്പോൾ ഞാനൊരു കാര്യം പൂർത്തീകരിക്കും, ഒരു പ്രവൃത്തി പൂർത്തീകരിക്കും എന്നാണ്. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ വേറെ ആംഗിളിൽ ചിന്തിച്ചേ, ഞാൻ ആ സമയം ആകുമ്പോഴേക്കും ആ പ്രവൃത്തി പൂർത്തീകരിക്കുകയായിരിക്കും അല്ലെ? മറ്റേത് ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിന് പകരം ഞാൻ പൂർത്തീകരിക്കുകയായിരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അതായത് ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഉദാഹരണങ്ങൾ: ഐ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് മൈ മാസ്റ്റേഴ്സ് ബൈ കമ്മിങ് ജൂൺ ഫോർ 2 years. അപ്പം വരുന്ന ജൂണിൽ ഞാൻ എൻ്റെ 2 വർഷത്തെ ഉപരിപഠനം പൂർത്തിയാക്കുകയായിരിക്കും. അപ്പം വരുന്ന ജൂൺ ആകുമ്പോഴേക്കും ഞാൻ 2 വർഷമായി ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പൂർത്തീകരിക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് അവിടുത്തെ മീൻ ചെയ്യുന്നത്. പ്രവൃത്തി ഫ്യൂച്ചറിലെ ഒരു സമയത്ത് പൂർത്തീകരിക്കപ്പെടും, അതുവരെ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ദേ വിൽ ഹാവ് ബീൻ പ്ലാനിങ് ഫോർ ദ കമ്മിങ് എക്സാം ഫോർ 3 months.
അപ്പം അവരുടെ പരീക്ഷ അവർക്ക് നവംബറിലാണ് വരുന്നത്. അപ്പൊ ആ നവംബറിൽ വരുന്നതിന് മുമ്പായിട്ട് അവർ 3 മാസം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അവർ 3 മാസം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫ്യൂച്ചറിലെ ഒരു ടൈം സ്ലോട്ടിൽ അവർ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിനുള്ള ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് ആണ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 12 ടെൻസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ് ഈ 12 ടെൻസുകളോട്. അപ്പം ആദ്യം നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഐ സ്റ്റഡി എവറി ഡേ, ഞാൻ എന്നും പഠിക്കും. ഐ സ്റ്റഡി എവറി ഡേ. അപ്പൊ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, സബ്ജക്ട് പ്ലസ് ഡു പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബാണ്. ഐ സ്റ്റഡി എവറി ഡേ. ഐ ആം സ്റ്റഡിങ് നൗ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബാണ് എന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഐ ഹാവ് സ്റ്റഡീഡ് നൗ, ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ എന്താണ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്തത്. ഇനി ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് മോർണിംഗ്, ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബാണ്. ഇനി നമ്മൾ നേരെ പാസ്റ്റിലോട്ട് പോവുകയാണ്. ഞാൻ പഠിച്ചിരുന്നു. ഐ ഡിഡ് പ്ലസ് V1 ഓർ ഐ സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബാണ്. അപ്പം സബ്ജക്ട് പ്ലസ് V2 ആണ് എന്ന് പറയുന്നത് ഐ സ്റ്റഡീഡ് യെസ്റ്റർഡേ. അമ്മ വിളിക്കുമ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റഡിങ് വെൻ മം കോൾഡ് മീ. അമ്മ വിളിക്കുമ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഐ ഹാഡ് സ്റ്റഡീഡ് വെൻ മം കോൾഡ് മീ. ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours വെൻ മം കോൾഡ് മീ. അമ്മ വിളിച്ചപ്പോൾ വരെ ഞാൻ 3 മണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോൾ ഐ വിൽ സ്റ്റഡി ടുമോറോ, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്റ്റഡി ടുമോറോ. ഇനി ഐ വിൽ ബി സ്റ്റഡിങ് ടുമോറോ, ഞാൻ നാളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് സ്റ്റഡീഡ് മൈ പോർഷൻസ് ബൈ ഫെബ്രുവരി ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കും. ഐ വിൽ ഹാവ് സ്റ്റഡീഡ്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് നെക്സ്റ്റ് മന്ത്സ് ഫോർ ദി കമ്മിങ് എക്സാം. ഞാൻ അടുത്ത മാസം മുതൽ പരീക്ഷ വരെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ 12 ടെൻസുകളും നിങ്ങൾ ഫോർമാറ്റുകൾ എഴുതി പഠിക്കുക, മനസ്സിലാക്കുക. പോസിറ്റീവ് സെന്റൻസ് എഴുതാൻ സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നെഗറ്റീവ് എഴുതാൻ സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് ഒബ്ജക്റ്റ്, വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഓക്സിലറി വെർബിനെ എടുത്ത് ഫ്രണ്ടിൽ ഇടുക. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഓരോ ടെൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ പ്രസന്റിന് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ഡു ഓർ ഡസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഈസ് ആം ആർ. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസിൽ ഏതൊക്കെയാണ്, ഈസ് ആം ആർ. പ്രസന്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഡിഡ് യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ V2 ഫോം യൂസ് ചെയ്യും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൽ വോസ് ഓർ വെയർ എന്ന ഓക്സിലറി വെർബ് നമ്മൾ യൂസ് ചെയ്യും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് നമ്മൾ യൂസ് ചെയ്യും. ഹാഡ് ബീൻ ആണ് അവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ്. ഇനി ഫ്യൂച്ചർ ടെൻസിലോട്ട് വരുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബോ, അല്ലെങ്കിൽ ഗോയിങ് ടു എന്ന് പറയുന്ന ഓക്സിലറി വെർബോ, അല്ലെങ്കിൽ ഈസ് ഓർ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബോ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വിൽ ബി ആണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എന്താണ്, വിൽ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.